അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഹബീബിനാ മുഹമ്മദിൻ വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ മഹാനായ ഇമാം നവവി റഹിമഹുള്ളയുടെ അൽ അർബഊന നവവിയ്യ എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിലെ 35ഓളം ഹദീസുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി വളരെ വിശദമായി നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ള ഹദീസ് 36ാമത്തെ ഹദീസാണ്. അൽ ഹദീസു സാദിസു വസ്സലാസൂൻ. അൽ ഹദീസു അസ്സാദിസു വസ്സലാസൂൻ, 36ാമത്തെ ഹദീസ്. ഈ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസിൻ്റെ മത്നിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാൽ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബിദ് ദുനിയ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. നമുക്കറിയാം, കഴിഞ്ഞ ഹദീസിൽ സത്യവിശ്വാസികൾ തമ്മിൽ പാടില്ലാത്ത വിഷയങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഉപദ്രവിക്കാൻ പാടില്ല, കയ്യൊഴിയാൻ പാടില്ല, മുഖം തിരിക്കാൻ പാടില്ല, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്, അവനെ ചെറുതാക്കാൻ പാടില്ല, അതേപോലെ തന്നെ വില കൂട്ടി പറയാൻ പാടില്ല, പരസ്പരം വെറുക്കാൻ പാടില്ല, പരസ്പരം അസൂയ വെക്കാൻ പാടില്ല എന്നിങ്ങനെ സത്യവിശ്വാസികൾ തമ്മിൽ പാടില്ലാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ ഹദീസിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു ഹദീസ് മഹാനായ ഇമാം നവവി റഹിമഹുള്ള കൊണ്ടുവന്നത് വളരെ ശ്രദ്ധേയമാണ്. വിശ്വാസികൾ തമ്മിൽ പാടുള്ള അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ഏറെ ഗൗരവത്തോടുകൂടി അവർ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഈ ഹദീസിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹദീസിന് നേരെ വിപരീതം നിൽക്കുന്ന ഹദീസാണിത്. കഴിഞ്ഞ ഹദീസിൽ നാം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഹദീസാണ് ഈ ഒരു ഹദീസ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് വിശ്വാസികൾ തമ്മിലുള്ള ബാധ്യതകളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. മാത്രമല്ല, ഈ ഹദീസിൻ്റെ ഒരു പൊതു സ്വഭാവം വെച്ച് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന തത്വം ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ്. എന്താണ് ഈ പറഞ്ഞ വാചകത്തിൻ്റെ അർത്ഥം? അൽ ജസാഉ എന്ന് പറഞ്ഞാൽ പ്രതിഫലം, മിൻ ജിൻസിൽ അമൽ, ഒരാൾ ചെയ്യുന്ന അമലിനോട് യോജിച്ച പ്രതിഫലമായിരിക്കുമെന്നാണ്. ഒരാൾ എന്തൊരു അമലാണോ ചെയ്യുന്നത് അതിന് അനുയോജ്യമായ പ്രതിഫലം. അത് നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. അതേപോലെ തന്നെ ആ നന്മകളിൽ എന്തൊരു സൽപ്രവൃത്തിയാണോ ചെയ്തത് അതിനോട് അനുയോജ്യമായ രൂപത്തിലുള്ള ഒരു പ്രതിഫലമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഈ ഒരു തത്വത്തെ സാധാരണ നിലക്ക് പണ്ഡിതന്മാർ പറയാറുള്ളത് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. പ്രതിഫലം എന്നത് അമലിൻ്റെ തോതനുസരിച്ചും അതിൻ്റെ സ്വഭാവമനുസരിച്ചുമായിരിക്കും എന്നാണ്. ഈ ഹദീസ് നമുക്കത് വ്യക്തമാക്കി തരുന്നുണ്ട്. ഒന്നാമത്തെ ഭാഗം തന്നെ, മൻ നഫസ അൻ മുഅ്മിനിൻ, ആരെങ്കിലും ഒരു മുഅ്മിനിൽ നിന്ന്, നഫസ എന്ന് പറഞ്ഞാൽ തൻഫീസ് എന്ന് പറഞ്ഞാൽ തൗസിഅ, വിശാലത നൽകുക എന്നാണ്. എളുപ്പമുണ്ടാക്കുക, വിശാലത നൽകുക, പ്രയാസങ്ങളില്ലാതെയാക്കുക എന്നൊക്കെയാണ് നഫസ യുനഫിസു തൻഫീസൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ മൻ നഫസ അൻ മുഅ്മിനിൻ, ആരെങ്കിലും ഒരു മുഅ്മിനിൽ നിന്ന് മാറ്റിക്കൊടുത്താൽ, എന്തു മാറ്റിക്കൊടുത്താൽ? കുർബത്തൻ, കുർബത്ത് എന്ന് പറഞ്ഞാൽ പ്രയാസം, വിഷമം. മിൻ കുറബി ദുനിയ, കുറബ് എന്ന് പറഞ്ഞാൽ കുർബത്തിൻ്റെ ജംആണ്. ദുനിയാവിൻ്റെ പ്രയാസങ്ങളിൽപ്പെട്ട ഒരു പ്രയാസം. ഇവിടെ എല്ലാ പ്രയാസങ്ങളും നീക്കുക എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് ദുനിയാവിൻ്റെ പ്രയാസങ്ങളിൽപ്പെട്ട ഒരു പ്രയാസമെങ്കിലും ഒരു മുഅ്മിനിൽ നിന്ന് ആരെങ്കിലും നീക്കിക്കൊടുത്താൽ, മൻ നഫസ അൻ മുഅ്മിനിൻ, ആരെങ്കിലും ഒരു വിശ്വാസിയിൽ നിന്ന് മാറ്റിക്കൊടുത്താൽ, അവന് ആശ്വാസം നൽകിയാൽ, ആശ്വാസം നൽകുക എന്ന അർത്ഥവും നഫസ എന്ന വേർഡിനുണ്ട്. അപ്പോൾ ഒരു മുഅ്മിനിന് ആശ്വാസം നൽകിയാൽ ഏത് വിഷയത്തിൽ? കുർബത്തൻ മിൻ കുറബി ദുനിയ,
ദുനിയാവിൻ്റെ പ്രയാസങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രയാസം, അത് സാമ്പത്തികമായ പ്രയാസമാകാം, ശാരീരികമായ രോഗം, മറ്റു ബുദ്ധിമുട്ടുകളാവാം, അതല്ലെങ്കിൽ എന്ത് പ്രയാസങ്ങളാകട്ടെ. ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളുമുണ്ട്. ആ പ്രയാസങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രയാസത്തെ, അത് ഒന്ന് തന്നെ ആവണമെന്നില്ല, പക്ഷേ ഏറ്റവും മിനിമം ഒന്നെങ്കിലും മാറ്റിക്കൊടുത്താൽ നഫസല്ലാഹു അൻഹു കുർബത്തൻ മിൻ കുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ പ്രയാസങ്ങളിൽ, ആ പ്രയാസങ്ങളിൽപ്പെട്ട ഒരു പ്രയാസം ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നീക്കി കൊടുക്കും. അതാണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. പ്രതിഫലം ചെയ്ത പ്രവർത്തനത്തിന് അനുയോജ്യമായിട്ടായിരിക്കും. അപ്പോൾ ഖിയാമത്ത് നാളിൽ ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. 50,000 വർഷത്തെ ദൈർഘ്യമുള്ള ഒരു നൃത്തമാണ്. അവിടെ ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണങ്ങളിൽപ്പെട്ട ബുദ്ധിമുട്ടുകൾ അള്ളാഹു നീക്കിക്കൊടുക്കും. അവിടെ അള്ളാഹു വിശാലത നൽകും. അള്ളാഹു സുബ്ഹാനഹു വതആല ആശ്വാസം നൽകും. ഏതു വ്യക്തിക്ക്? ഒരു മുഅ്മിനായ സഹോദരന് ഈ ദുനിയാവിൽ അയാൾ അനുഭവിക്കുന്ന എന്ത് തന്നെ പ്രയാസമാകട്ടെ, ആ പ്രയാസം നീക്കിക്കൊടുക്കുകയും ആ വിഷയത്തിൽ ഒരു ആശ്വാസം നൽകുകയും ചെയ്താൽ, അത് വാക്കുകൾ കൊണ്ടുള്ള ആശ്വാസമാകാം, സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടാകാം, ശാരീരികമായി സഹായിച്ചിട്ടാകാം, ഒരു നല്ല ഉപദേശം നൽകിയിട്ടാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നല്ല ഒരു പോംവഴി പറഞ്ഞു കൊടുത്തുകൊണ്ടാവാം. എങ്ങനെയാവട്ടെ, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ പ്രയാസം ഈ ദുനിയാവിൽ ഒരാൾ നീക്കിക്കൊടുത്താൽ ആ വ്യക്തിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രയാസങ്ങൾ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അയാൾക്കും നീക്കിക്കൊടുക്കും. കാരണം അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, പ്രതിഫലം എന്നത് അമലിൻ്റെ സ്വഭാവമനുസരിച്ചായിരിക്കും. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നാം ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. മാക്സിമം അയാളുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ വാചകത്തിൽ പ്രവാചകൻ പറയുന്നത് മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബത്തൻ മിൻ ഖുറബിദ് ദുനിയ, ദുനിയാവിൻ്റെ പ്രയാസങ്ങളിൽപ്പെട്ട ഒരു പ്രയാസം ഒരു മുഅ്മിനിൽ നിന്ന് ആരെങ്കിലും നീക്കി കൊടുത്താൽ നഫസല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ പ്രയാസങ്ങളിൽപ്പെട്ട ഒരു പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വതആലയും ആ വ്യക്തിക്ക് നീക്കി കൊടുക്കുന്നതാണ്. അടുത്ത വാചകത്തിൽ പറയുന്നത് വമൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറ യുയസ്സിറു തൈസീറ. യസ്സറ എന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ടാക്കി കൊടുക്കുക. വമൻ യസ്സറ അലാ മുഅ്സിരിൻ, പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക്. പ്രത്യേകിച്ചും ഈ വാക്ക് അതിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം പ്രയാസപ്പെടുന്ന എന്നാണ്. എന്നാൽ അതേ സന്ദർഭത്തിൽ തന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾ, ആ വ്യക്തിക്കും അറബി ഭാഷയിൽ മുഅ്സിർ എന്ന് പറയും. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത വിധം ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരു വ്യക്തിക്ക് ആശ്വാസം നൽകിയാൽ, അതാണ് വമൻ യസ്സറ അലാ മുഅ്സിരിൻ. കടമുള്ള ഒരാൾക്ക്, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാൾക്ക് ആരെങ്കിലും എളുപ്പമുണ്ടാക്കി കൊടുത്താൽ യസ്സറഹുല്ലാഹു അലൈഹി ഫിദ്ദുനിയ വല്ലാഖിറ, ഈ ദുനിയാവിലും നാളെ പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വതആല അയാൾക്കും എളുപ്പമുണ്ടാക്കി കൊടുക്കുമെന്നാണ്. ദുനിയാവിലും എളുപ്പമുണ്ടാക്കി കൊടുക്കും, പരലോകത്തും എളുപ്പമുണ്ടാക്കി കൊടുക്കും. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളുടെ പ്രയാസം നീക്കിക്കൊടുത്താൽ, അത് ആർക്കാണോ കടം കൊടുക്കാനുള്ളത് ആ വ്യക്തി അയാൾക്ക് അവധി നീട്ടിക്കൊടുക്കുന്ന രൂപത്തിലുള്ള എളുപ്പമുണ്ടാക്കലാവാം. നിശ്ചയിച്ച അവധിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കടം കൊടുത്ത ആൾ പറയുകയാണ് കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ട് മതി, അതും തൈസീറിൽപ്പെട്ടതാണ്. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ പറ്റേ അത് വിട്ടുകൊടുക്കാൻ കെൽപ്പുള്ള ഒരാളാണെങ്കിൽ, നിങ്ങളത് തിരിച്ചടയ്ക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കാൻ കെൽപ്പുള്ള ആളാണെങ്കിൽ അതാണ് കൂടുതൽ ഖൈർ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു വഇൻ കാന ദു ഉസ്റത്തിൻ ഫനളുറത്തുൻ ഇലാ മൈസറ, ബുദ്ധിമുട്ടുന്ന, കടം തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എളുപ്പമുണ്ടാകുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. വഇൻ കാന ദു ഉസ്റത്തിൻ ഫനളുറത്തുൻ ഇലാ മൈസറ വഅൻ തസദ്ദഖു ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. എന്നാൽ നിങ്ങളത് സദഖയായി വിട്ടുകൊടുക്കലാണ്, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഖൈർ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഖൈർ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അത് സദഖയായി വിട്ടുകൊടുക്കുക, അവരോടത് തിരിച്ചു വാങ്ങാതിരിക്കുക. അല്ലെങ്കിൽ അവർക്ക് എളുപ്പമുണ്ടാകുന്നത് വരെ നിങ്ങൾ കാലതാമസം നീക്കിക്കൊടുക്കുക. ഇപ്രകാരം കടം കൊടുത്ത വ്യക്തികൾ തൈസീർ ചെയ്യേണ്ടത് ഒന്നുകിൽ അവധി നീട്ടിക്കൊടുത്തോ അല്ലെങ്കിൽ പറ്റേ അത് വിട്ടുകൊടുത്തുകൊണ്ടോ നിങ്ങൾ ഒരു എളുപ്പമുണ്ടാക്കി കൊടുത്താൽ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വല്ലാഖിറ, യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വല്ലാഖിറ, ആ വ്യക്തിക്ക് ഈ ദുനിയാവിലും പരലോകത്തും അല്ലാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ
കടമുള്ള ഒരാൾക്ക് അയാളുടെ കടം വീട്ടാൻ സാമ്പത്തികമായി അയാളെ സഹായിക്കുക. മറ്റൊരാൾക്കാണ് കൊടുക്കാനുള്ളത്, പക്ഷേ അയാൾ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല എങ്കിൽ വിശ്വാസികളായ മറ്റുള്ളവർ ആ കടം വീട്ടാൻ വേണ്ടി അയാളെ സഹായിക്കുക. അതും ഈ പറഞ്ഞ തൈസീറിൽപ്പെട്ടതാണ്. ചുരുക്കത്തിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ ആ പ്രയാസത്തിന് ആശ്വാസം നൽകാൻ വേണ്ടി പ്രവർത്തിച്ചാൽ ഈ ദുനിയാവിലും പരലോകത്തും നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് അള്ളാഹുവും ഇല്ലാതെയാക്കി നമുക്ക് എളുപ്പമുണ്ടാക്കി തരും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി മറ്റുള്ളവർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കാൻ നാം ശ്രമിക്കണം. ഇവിടെ മുഅ്സിർ എന്നതിന് പ്രയാസം അനുഭവിക്കുന്നവർ എന്നും അർത്ഥമുണ്ട്. ആ നിലക്ക് പ്രയാസം അനുഭവിക്കുന്ന ഏതൊരാൾക്കും എളുപ്പമുണ്ടാക്കി കൊടുക്കാം. ഒപ്പം സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകളുടെ സാമ്പത്തികമായ പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടി സക്കാത്തിൽ നിന്ന് വരെ അവർക്ക് നൽകിക്കൊണ്ട് അവരെ സഹായിക്കാവുന്നതാണ്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, പ്രതിഫലം ചെയ്ത അമലിൻ്റെ സ്വഭാവമനുസരിച്ചായിരിക്കും. മൂന്നാമത് പറയുന്നത് വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. വമൻ സതറ മുസ്ലിമൻ, ഒരു മുസ്ലിമിൻ്റെ രഹസ്യം ആരെങ്കിലും മറച്ചു വെച്ചാൽ, സതറ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക എന്നാണ്, മറച്ചു വെക്കുക. വമൻ സതറ മുസ്ലിമൻ, ഒരു മുസ്ലിമിൻ്റെ തിന്മകളെ മറച്ചു വെച്ചാൽ, സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ആ മറച്ചു വെച്ച വ്യക്തിയുടെ തിന്മകൾ, രഹസ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും പരലോകത്തും മറച്ചു വെക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ കുല്ലു ഇബ്നി ആദമ ഖത്താഉൻ, ആദമിൻ്റെ മക്കൾക്കൊക്കെ തെറ്റുപറ്റും. തെറ്റുപറ്റാത്ത ആരും ഈ ദുനിയാവിലില്ല, അമ്പിയാക്കൾ ഒഴികെ. അപ്പോൾ തെറ്റുപറ്റുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക, അതൊരു ഗീബത്തായി നമീമത്തായി പറഞ്ഞു പരത്തുക, അത് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിവാക്കുക, അയാളെ അപമാനിക്കുക, ഇതൊന്നും വിശ്വാസികൾക്ക് ചേർന്ന പണിയല്ല. മറിച്ച് അബദ്ധങ്ങൾ പറ്റിയാൽ, തെറ്റുകൾ പറ്റിയാൽ പരമാവധി അത് മറച്ചു വെക്കുകയാണ് വേണ്ടത്. എന്നാൽ ആദർശപരമായ വിഷയങ്ങളിലൊഴികെ ഏതെങ്കിലും ഒരു വ്യക്തി ഇസ്ലാമിൻ്റെ ആദർശത്തെ, ഇസ്ലാമിൻ്റെ വിശ്വാസ ആചാര കർമ്മങ്ങളെ തെറ്റിക്കുകയും ആ നിലക്ക് അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അത്തരം ആളുകളുടെ തനി സ്വഭാവം നമുക്ക് സമൂഹത്തിന് വെളിവാക്കി കൊടുക്കാം. എന്നാൽ അതേ സന്ദർഭത്തിൽ അയാൾക്ക് വ്യക്തിപരമായി സംഭവിക്കുന്ന അബദ്ധങ്ങൾ, അത്തരം അബദ്ധങ്ങൾ അത് അയാൾ പ്രചരിപ്പിക്കുന്ന കാര്യമല്ല, സമൂഹത്തിൽ അത് അയാൾ പഠിപ്പിക്കുന്ന കാര്യമല്ല, മറിച്ച് വ്യക്തിപരമായി സംഭവിച്ച അബദ്ധമാണെങ്കിൽ അത്തരം അബദ്ധങ്ങളൊക്കെ നാം ഏതൊരാൾക്കും മറച്ചു വെക്കുകയാണ് വേണ്ടത്. നമ്മളൊരാളോടും പറയാൻ പാടില്ല, നമ്മളുടെ ഏറ്റവും അടുത്ത ഇണകളോട് പോലും പറയാൻ പാടില്ല. ചില ആളുകൾ ധരിച്ചിട്ടുള്ളത് ഗീബത്തും നമീമത്തുമൊക്കെ പറയരുത് എന്ന് പറഞ്ഞാൽ പുറത്തുള്ളവരോട് പറയരുത് എന്നാണ്. അതേപോലെ തന്നെ രഹസ്യങ്ങൾ മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആളുകളിൽ നിന്ന് മറച്ചു വെക്കലാണ്, വീട്ടിലുള്ളവരോട് പറയാം, അങ്ങനെ ധരിച്ചു വെച്ചവരുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പറയാം. ഇതൊന്നും പാടില്ല. ഒരാളോടും പറയാതെ മറച്ചു വെക്കുന്നതിനാണ് മറച്ചു വെക്കുക എന്ന് പറയാം. അതല്ലാതെ തനിക്ക് വേണ്ടപ്പെട്ട ആളുകളോട് പറയുന്നു, മൈക്ക് കെട്ടി പറയുന്നില്ല, അങ്ങനെയല്ല. മൈക്ക് കെട്ടിയും പറയരുത്, പരസ്യമായും പറയരുത്, രഹസ്യമായും പറയരുത്, ഏറ്റവും അടുത്ത ആളുകളോടും പറയരുത്. ആ ഒരു മുസ്ലിമിൻ്റെ അഭിമാനം നാം എല്ലാവരുടെ മുന്നിലും പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഗീബത്തും നമീമത്തിനും എല്ലാം എതിരാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസ്. നാം അത്തരം സ്വഭാവക്കാരാവരുത്. മറിച്ച് ഒരു മുസ്ലിമായ മനുഷ്യൻ, അവൻ്റെ അഭിമാനം എന്നത് ഏറെ പവിത്രമാണ്. കഅബാലയത്തേക്കാളും മസ്ജിദുൽ ഹറമിനേക്കാളും ദുൽഹജ്ജ് മാസത്തേക്കാളും യൗമ അറഫയേക്കാളും എല്ലാം ശ്രേഷ്ഠത നൽകപ്പെട്ടിട്ടുണ്ട് വിശ്വാസിയായ ഒരാളുടെ അഭിമാനം. ആ അഭിമാനത്തിന് ക്ഷതം പറ്റുന്ന രൂപത്തിൽ ആ വ്യക്തിക്ക് വല്ല അബദ്ധങ്ങളും സംഭവിച്ചാൽ പരമാവധി നമ്മളത് മറച്ചു വെക്കുകയാണ് വേണ്ടത്. എന്നാൽ ഏതെങ്കിലും ചില വിഷയങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കൽ നിർബന്ധമായിട്ടുള്ള ചില കേസുകളുണ്ടാവും. അത്തരം കേസുകളിൽ ഭരണകൂടത്തെ അറിയിക്കേണ്ട ചില തെറ്റുകളുണ്ടെങ്കിൽ ഭരണകൂടത്തെ അറിയിക്കാം, വീട്ടിൽ അറിയിക്കേണ്ട ചില തെറ്റുകളുണ്ടെങ്കിൽ വീട്ടുകാരെ അറിയിക്കാം. ഉദാഹരണത്തിന് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ, അവൾ നിരന്തരമായി ഒരു തെറ്റ് ചെയ്യുന്നതോ മറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്ക് അവരെ നേരിട്ട് അവരെ വിലക്കാം, അവരോട് കാര്യങ്ങൾ പറയാം. എന്നാൽ വീണ്ടും അത് അവരെ ആവർത്തിക്കുന്നത് കണ്ടാൽ രക്ഷിതാക്കളെ അറിയിക്കുന്നതിനോ മറ്റോ വിരോധമില്ല. അതല്ലാത്ത നിലക്ക് നമ്മൾ ഒരിക്കലും പരസ്യപ്പെടുത്തുകയോ അവരെ അപമാനപ്പെടുത്തുന്ന രൂപത്തിൽ, അവരുടെ അഭിമാനം കളയുന്ന രൂപത്തിൽ നാം പ്രവർത്തിക്കാനോ പാടില്ല. അങ്ങനെ മറ്റുള്ളവരുടെ രഹസ്യം നമ്മൾ മറച്ചു വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും അബദ്ധം പറ്റുന്നവരാണ്. നമ്മുടെ ഒരു തെറ്റ് സമൂഹം അറിയുമ്പോൾ അപ്പോഴാണ് നമുക്കതിൻ്റെ വിഷമം അറിയുക.
മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുന്നവരാണെങ്കിൽ നമ്മളുടെ രഹസ്യങ്ങളും ഒരു നാൾ പുറത്തു വരും. അത് അള്ളാഹു നിശ്ചയിച്ച ഒരു നടപടിക്രമമാണ്. എന്നാൽ നമ്മുടെ അബദ്ധങ്ങൾ ആരും അറിയരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ലോകത്തും പരലോകത്തും? എങ്കിൽ മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ മറച്ചു വെക്കണം, ഒരാളോടും പറയാൻ പാടില്ല. അതാണ് ഇവിടെ പറയുന്നത്, വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ രഹസ്യം ആരെങ്കിലും മറച്ചു വെച്ചാൽ അയാളുടെ രഹസ്യം ഈ ലോകത്തും പരലോകത്തും അള്ളാഹു മറച്ചു വെക്കും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. പ്രതിഫലം ചെയ്ത പ്രവൃത്തിയുടെ സ്വഭാവം അനുസരിച്ചാണ്. മറ്റുള്ളവരുടെ രഹസ്യം നമ്മൾ മറച്ചു വെച്ചാൽ അള്ളാഹു നമ്മളുടെ രഹസ്യം മറച്ചു വെക്കും. മറ്റുള്ളവർക്ക് നമ്മൾ എളുപ്പമുണ്ടാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും എളുപ്പമുണ്ടാക്കി തരും. മറ്റുള്ളവർക്ക് നമ്മൾ ആശ്വാസം നൽകിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും ആശ്വാസം നൽകും. അപ്രകാരം വീണ്ടും പറയുന്നു, വല്ലാഹു ഫി ഔനിൽ അബ്ദ്. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ഫി ഔനിൽ അബ്ദ്. ഔൻ എന്ന് പറഞ്ഞാൽ സഹായം. ഒരടിമയെ സഹായിച്ചു കൊണ്ടിരിക്കും. അള്ളാഹു ഒരടിമയെ എല്ലാ വിഷയത്തിലും, അത് ദീനിൻ്റെ വിഷയമാകട്ടെ ദുനിയാവിൻ്റെ വിഷയമാകട്ടെ, സഹായിച്ചു കൊണ്ടിരിക്കും. എപ്പോൾ? മാ കാനൽ അബ്ദു, ആ അടിമ ആയിരിക്കുമ്പോൾ. ഏത് വിഷയത്തിൽ? ഫി ഔനി അഖി, തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ. നാം എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ആവശ്യമുള്ളവരാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണമെന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചുമാണ് മനുഷ്യജീവിതം മുന്നോട്ട് പോകുന്നത്. ദീനിൻ്റെ വിഷയത്തിലും ദുനിയാവിൻ്റെ വിഷയത്തിലുമൊക്കെ മറ്റുള്ളവരെ എല്ലാ അർത്ഥത്തിലും നമുക്ക് സഹായിക്കേണ്ടി വരും. ഓരോ ആളുകളും അവനവനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ മറ്റുള്ളവരെ സഹായിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മെ സഹായിക്കാൻ ആരുണ്ടാകും? അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകും. വളരെ വലിയ ഓഫറാണ്. അള്ളാഹു നമ്മളെ സഹായിക്കുക, അള്ളാഹു നമ്മളുടെ രഹസ്യങ്ങൾ മറച്ചു വെക്കുക, അള്ളാഹു നമുക്ക് ഖിയാമത്ത് നാളിൽ പ്രയാസങ്ങൾ നീക്കിത്തരിക, എല്ലാം വളരെ വലിയ കാര്യങ്ങളാണ്. ഇതും വളരെ വലിയൊരു വിഷയമാണ്. നമ്മൾ പരമാവധി മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. കാരണം നമ്മെ സഹായിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നാം മറ്റൊരാളെ സഹായിക്കുമ്പോൾ അയാളിൽ നിന്നല്ല പ്രത്യുപകാരം പ്രതീക്ഷിക്കേണ്ടത്. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകുന്നത്. നിങ്ങളിൽ നിന്നൊരു പ്രത്യുപകാരമോ ഒരു നന്ദി വാക്ക് പോലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുമ്പോൾ അവരിൽ നിന്ന് പ്രത്യുപകാരം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അത് തരാമെന്ന് അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അതിനേക്കാൾ വലിയ ഖൈർ എന്താണ്? അള്ളാഹു നമ്മളെ സഹായിക്കും. നമ്മൾ അള്ളാഹുവിൽ നിന്നാണ് പ്രതീക്ഷിക്കേണ്ടത് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ. അപ്പോൾ ദീനിൻ്റെ കാര്യത്തിലാണെങ്കിലും ദുനിയാവിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. ദീനീ കാര്യത്തിലാണ് സഹായിച്ചതെങ്കിൽ ദീനീ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാവും. ദുനിയാവിൻ്റെ വിഷയത്തിലാണ് സഹായിച്ചതെങ്കിൽ ദുനിയാവിൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമുക്കുണ്ടാകും. നാളെ പരലോകത്തും ആ സഹായം അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് മറ്റുള്ളവരെ പരമാവധി സഹായിക്കുക, അവരെ ഉപദ്രവിക്കാതിരിക്കുക, അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുക. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖി. അള്ളാഹു ഒരു അടിമയെ സഹായിച്ചു കൊണ്ടിരിക്കും, ആ അടിമ തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് തീർത്തും വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ അത് വ്യത്യാസമുള്ളൊരു വിഷയമല്ല, മറിച്ച് ഒരു മുസ്ലിമിനെ മുസ്ലിമാക്കി തീർക്കുന്ന, ഇതേപോലെയുള്ള നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാക്കി തീർക്കുന്നതും, നമ്മൾ ഇത്രയും ഹദീസുകളിലൂടെ വിശദീകരിച്ച ഒട്ടനവധി ഉസൂലുകൾ ഇസ്ലാമിൻ്റെ, ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, സൽസ്വഭാവികളാക്കി നമ്മെ മാറ്റാൻ, മറ്റുള്ളവരെ സഹായിക്കുന്നവരാക്കി നമ്മെ മാറ്റാൻ, ജീവിതത്തിലും ഇടപാടുകളിലുമൊക്കെ എല്ലാ അർത്ഥത്തിലും സൂക്ഷ്മത പാലിക്കുന്നവരായി നമ്മെ മാറ്റുന്ന കാര്യം എന്താണ്? അതാണ് പ്രവാചകൻ പറയുന്നത്, വമൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. വമൻ സലക ത്വരീഖൻ, ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ, സലക യസ്ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു വഴിയിൽ പ്രവേശിക്കുക, ഇറങ്ങിപ്പുറപ്പെടുക. അപ്പോൾ വമൻ സലക ത്വരീഖൻ, ആരെങ്കിലും ഒരു വഴിയിൽ ഇറങ്ങിപ്പുറപ്പെട്ടു. ഏതാണ് ആ വഴി? യൽതമിസു ഫീഹി ഇൽമൻ, ഇൽമ് തേടിക്കൊണ്ടാണ് അയാൾ ഇറങ്ങിപ്പുറപ്പെട്ടതെങ്കിൽ, ഇൽതമസ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. യൽതമിസു ഫീഹി ഇൽമൻ, ശർഈയായ ഇൽമ് നേടാൻ വേണ്ടി ആരെങ്കിലും ഒരു വഴിയിൽ ഇറങ്ങിപ്പുറപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ഒരു മാർഗം തേടിയാൽ എന്നാണ് അർത്ഥം. അത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഏതെങ്കിലും ഉസ്താദുമാരെ അന്വേഷിച്ചുകൊണ്ട്, ദീന് പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയാവാം, ദീനീപരമായ ഇൽമ് കിട്ടുന്ന സ്ഥലങ്ങളിലേക്കുള്ള യാത്രയാവാം, ദീനീപരമായ ഇൽമ് അത് എഴുതി വെക്കപ്പെട്ട പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടിയുള്ള യാത്രയാവാം, മറ്റു മതപരമായ ഏത് സംരംഭങ്ങളാകട്ടെ ഇൽമ് നേടിക്കൊണ്ടുള്ള യാത്ര.
പ്രത്യേകിച്ചും പള്ളികളിൽ, മസാജിദുകളിൽ അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിക്കപ്പെടുന്ന മജ്ലിസുകൾ, സദസ്സുകൾ, ആ സദസ്സുകളിലേക്കുള്ള യാത്ര, പ്രവാചകന്മാരുള്ള കാലഘട്ടത്തിൽ പ്രവാചകന്മാരുടെ അടുക്കലേക്കുള്ള യാത്ര, പണ്ഡിതന്മാരുടെ അടുക്കലേക്കുള്ള യാത്ര, ചുരുക്കത്തിൽ അറിവ് നേടാൻ വേണ്ടിയുള്ള ഏത് സംരംഭങ്ങളും. ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇൽമു പഠിക്കാൻ വേണ്ടി ഒരാൾ ശ്രമിച്ചാൽ അതും ഈ ഹദീസിൻ്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ്. കാരണം അറിവിൻ്റെ വഴി തന്നെയാണ്, അറിവിൻ്റെ ഒരുപാട് വഴികളിൽപ്പെട്ട ഒരു വഴി തന്നെയാണ് ആധുനിക കാലഘട്ടത്തിലെ പുതിയ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകൾ. അതിന് ആരെങ്കിലും മെനക്കെട്ടാൽ വമൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, ആ വ്യക്തിയുടെ വഴി അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. സഹലല്ലാഹു ലഹു ബിഹി, ആ ഇൽമിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് കാരണത്താൽ ആ വ്യക്തിക്ക് അല്ലാഹു എളുപ്പമുണ്ടാക്കും. സഹല യുസഹിലു തസ്ഹീൽ എന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ടാക്കുക. എവിടേക്കുള്ള വഴി? ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കും. അതുകൊണ്ട് ഇൽമ അന്വേഷിക്കണം. അറിവ് നേടിയാലേ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. കാരണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നരകത്തിൽ പോവുക എന്നത് പഠിച്ചു മനസ്സിലാക്കേണ്ടതാണ്. ഇൽമുണ്ടെങ്കിലേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. കാരണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് സ്വർഗത്തിൽ പോവുക എന്ന് പഠിക്കണമെങ്കിൽ ഇൽമു വേണം. അങ്ങനെ നമ്മുടെ ഇഹത്തിലും പരത്തിലും നമ്മുടെ വിജയത്തിന് വളരെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് മതപരമായ അറിവാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ മതത്തിൽ അറിവ് നൽകും. അതുകൊണ്ട് മതപരമായ ഇൽമു നേടി നമ്മൾ അന്വേഷിക്കണം. ഇവിടെ വമൻ സലക ത്വരീഖൻ, ഒരു വഴിയിൽ ഇറങ്ങി പുറപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്ന് പരിശ്രമമുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് എളുപ്പമുണ്ടാക്കി തരും. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ മാർഗത്തിൽ ആരെങ്കിലും പരിശ്രമിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മുടെ വഴികൾ നാം അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അപ്പോൾ വമൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അറിവന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ ആര് ഇറങ്ങി പുറപ്പെട്ടാലും അയാളുടെ ആ വഴി അല്ലാഹു സ്വർഗത്തിലേക്ക് എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, വീണ്ടും പ്രവാചകൻ പറയുന്നു, വമജ്തമഅ ഖൗമുൻ, ഒരു സമൂഹവും ഇജ്തമഅ ഒരുമിച്ച് കൂടുന്നില്ല. ഇജ്തമഅ യജ്തമിഉ ഇജ്തിമാ, ഇജ്തിമാ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടൽ. വമജ്തമഅ ഖൗമുൻ, ഒരു സംഘവും ഒരുമിച്ച് കൂടുന്നില്ല, ഫീ ബൈത്തിൻ ഒരു വീട്ടിൽ, മിൻ ബുയൂത്തില്ലാ അള്ളാഹുവിൻ്റെ വീടുകളിൽപ്പെട്ട, ബൈത്തിൻ്റെ ജംആണ് ബുയൂത്ത്, അള്ളാഹുവിൻ്റെ വീടുകളിൽപ്പെട്ട. വീട് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? മസാജിദ്, പള്ളികളാണ്, നമുക്കൊക്കെ അറിയാം. അപ്പോൾ അള്ളാഹുവിൻ്റെ പള്ളികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരു സംഘം ഒരുമിച്ച് കൂടിയിരുന്നു. എന്തിനാണ് അവർ ഇരുന്നത്? യത്ലൂന കിതാബല്ലാഹ്, തലാ യത്ലൂ എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യുക. യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. അതും വെറുതെ പാരായണം ചെയ്യുകയല്ല. വയതദാറസൂനഹു ബൈനഹും, തദാറസ എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുക. ദർസ്, പഠിക്കുക. പരിശുദ്ധ ഖുർആൻ ഓതി പഠിക്കുകയാണ്. ഒരാൾ പഠിപ്പിക്കുന്നു, മറ്റുള്ളവർ പഠിക്കുന്നു, അല്ലെങ്കിൽ പരസ്പരം പഠിക്കുന്നു. അങ്ങനെ ഖുർആൻ ഓതുകയും ഖുർആൻ പഠിക്കുകയും ചെയ്യുകയാണ്. എവിടെ വെച്ച്? ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ല, അള്ളാഹുവിൻ്റെ വീടുകളിൽപ്പെട്ട ഒരു വീട്ടിൽ വെച്ച്, എന്ന് പറഞ്ഞാൽ മസ്ജിദുകളിൽ വെച്ച്. കാരണം ഇവിടെ മസ്ജിദുകളിൽ വെച്ച് എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം, മസ്ജിദുകൾ സ്ഥാപിക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉയർത്തപ്പെടാനും അവൻ്റെ വചനം പാരായണം ചെയ്യപ്പെടാനും വേണ്ടിയാണ്. സ്വഹീഹായ ഹദീസുകളിൽ കാണാം, മസ്ജിദുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യാനും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടുമിക്ക ദർസുകളും ഒട്ടുമിക്ക പ്രവാചകൻ്റെ അധ്യാപനങ്ങളും പള്ളി മെമ്പറുകളിൽ വെച്ചും പള്ളിയിലിരുന്നു കൊണ്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്, കഴിവിൻ്റെ പരമാവധി മതപരമായ ഇൽമു നമ്മൾ പഠിക്കാൻ തിരഞ്ഞെടുക്കേണ്ടത് മസ്ജിദുകളാണ്. മറ്റേതൊരു സ്ഥലങ്ങളെക്കാളും പ്രാധാന്യം മസ്ജിദുകൾക്കാണ്. അത് കഴിഞ്ഞിട്ടേ ഇനി ഈവൻ മദ്രസക്ക് വേണ്ടിയുള്ള പ്രത്യേക കെട്ടിടങ്ങളാകട്ടെ, യൂണിവേഴ്സിറ്റികളാകട്ടെ, കോളേജുകളാകട്ടെ, മസ്ജിദുകൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠത. അത് കഴിഞ്ഞ് പിന്നീട് ഇൽമു പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഏത് സദസ്സിനും അൽഹംദുലില്ലാ പ്രാധാന്യമുണ്ട്, സംശയമില്ല. പക്ഷേ പരമാവധി പള്ളികളാണെങ്കിൽ അതാണ് കൂടുതൽ ഖൈറായതും കൂടുതൽ അഫ്ളലായിട്ടുള്ളതും. അപ്രകാരം പള്ളികളിൽ വെച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുകയും യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും, അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുക. കാരണം ഖുർആൻ ഓതിയാൽ മാത്രം പോരാ, ഹിഫ്ളാക്കിയാൽ മാത്രം പോരാ, അതിലടങ്ങിയ ആശയങ്ങൾ കൂടി പഠിച്ച് മനസ്സിലാക്കണം. അത് പരസ്പരം പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംഘമായി ആരെങ്കിലും ഒരു പള്ളിയിൽ ഇരുന്നാൽ ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന,
അവരുടെ മേൽ സക്കീനത്ത് ഇറങ്ങാതിരിക്കുകയില്ല എന്നാണ്. ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന. സക്കീനത്ത് എന്ന് പറഞ്ഞാൽ ഒരു തരം മനസ്സമാധാനം, തുമഅനീനത്ത്, റാഹത്ത്, ഒരു തരം ആശ്വാസം, സമാധാനം അള്ളാഹു ഇട്ട് നൽകും. കാരണം അള്ളാഹുവിൻ്റെ കിതാബ് പഠിക്കാൻ വേണ്ടിയാണ് അവർ ഒരുമിച്ച് കൂടിയത്. ഇവിടെ ചില ഉലമാക്കൾ മറ്റു ചില റിവായത്തുകളുടെ അടിസ്ഥാനത്തിൽ പള്ളി എന്ന് പറയാത്ത ചില റിവായത്തുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗ്യം പള്ളികളിലല്ലാതെ ഇരുന്നാലും ലഭിക്കുമെന്നും ചില പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആലം, അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. എന്തോ ആകട്ടെ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായും അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ പരിഗണനയുണ്ട്. മസ്ജിദുകളിൽ വെച്ചാണെങ്കിൽ അതിന് കൂടുതൽ ഫളായിലുകളുമുണ്ട്. അങ്ങനെ അവർ ഇരുന്നു കൊണ്ട് പഠിക്കുമ്പോൾ ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന, അവരുടെ മേൽ സക്കീനത്ത് ഇറങ്ങും, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക ശാന്തിയും സമാധാനവും. അതുകൊണ്ട് മനുഷ്യ മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കാൻ മറ്റു വഴികളൊന്നും തേടിപ്പോവേണ്ടതില്ല. പ്രയാസങ്ങളും മാനസികമായ സംഘർഷങ്ങളും വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ പഠനവും അതിൻ്റെ പാരായണവും ഏറ്റവും വലിയ പരിഹാരമാണ്. എല്ലാ മനസ്സംഘർഷങ്ങൾക്കും ടെൻഷനുകൾക്കും സ്ട്രെസ്സുകൾക്കുമെല്ലാമുള്ള പരിഹാരം പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും അതിൻ്റെ പഠനവുമാണ്. കാരണം അള്ളാഹുവിൻ്റെ ഓർമ്മകളാണ് അതിലുള്ളത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിൻ്റെ ഓർമ്മകൾ കൊണ്ടാണ് ഹൃദയങ്ങൾ ശാന്തമായി തീരുന്നത്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, ഇൽമ് നേടുന്ന ആളുകളുടെ മേൽ സക്കീനത്തിറങ്ങും, തുമഅനീനത്ത്, റാഹത്ത്, സമാധാനം, ശാന്തി, അതെല്ലാം അള്ളാഹുവിൽ നിന്ന് ഇറങ്ങുന്നതാണ്. വഗശിയതുഹുമുർ റഹ്മ, കാരുണ്യം അവരെ പൊതിയും, അള്ളാഹുവിൻ്റെ പ്രത്യേക കാരുണ്യവും അവർക്കുണ്ടാകുമെന്നാണ്. ഗശിയ എന്ന് പറഞ്ഞാൽ പൊതിയുക, മൂടുക. വഗശിയതുഹും അർ റഹ്മ, കാരുണ്യം അവരെ പൊതിയുന്നതാണ്, വലയം വെക്കുന്നതാണ്. അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ കാരുണ്യം അവർക്ക് ലഭിക്കും. അതേപോലെ തന്നെ വഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ ചുറ്റിപ്പൊതിയും. അവർക്ക് ചുറ്റിലും മലക്കുകളുമുണ്ടാകും, ചിറകുകൾ വിരിച്ചുകൊണ്ട്. ഏതൊരു ഇൽമ് നേടുന്ന വിദ്യാർത്ഥിയുടെ മേലും ചിറക് വിരിച്ചുകൊണ്ട് മലക്കുകൾ ഉണ്ടാകുമെന്നാണ്. ഒന്നാം ആകാശം വരെ അവർ ഉണ്ടാകുമെന്നാണ്. അറിവിൻ്റെ സദസ്സുകളിൽ നിറയെ മലക്കുകൾ ഉണ്ടാകുമെന്നാണ്. അറിവിൻ്റെ സദസ്സുകൾ അന്വേഷിച്ച് പോകുന്ന ചില മലക്കുകൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഇൽമിൻ്റെ മജ്ലിസുകൾ കണ്ടാൽ അവർ അവിടെ കയറിയിരിക്കും, ആ മജ്ലിസിലിരിക്കും, അത്രയും ഇഷ്ടമാണ് അവർക്ക്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പഠനം നടത്തുന്ന ഒരു സദസ്സിൽ മലക്കുകളുണ്ടാകും. അവർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഇവരെ ശക്തിപ്പെടുത്തും, മനസ്സിന് സമാധാനം നൽകും, പിശാചുക്കളെ ആട്ടിയകറ്റും. അങ്ങനെ എല്ലാ നിലക്കുമുള്ള സഹായം ആ മലക്കുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. വഹഫത്തുഹുമുൽ മലായിക വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അതിനെല്ലാം പുറമെ വദക്കറഹുമുല്ലാഹ്, അള്ളാഹു അവരെ ഓർക്കും, ഫീമൻ ഇൻദഹു, അവൻ്റെ അടുക്കൽ ഉള്ളവരോട്. അള്ളാഹുവിൻ്റെ അടുക്കലുള്ളവരാരാണ്? മലഉൽ അല, ഉന്നതരായ മലക്കുകൾ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള അർശിൻ്റെ വാഹകരായ മലക്കുകളും, അതേപോലെ തന്നെ മലഉൽ അലയിൽ ഏഴാം ആകാശത്തുള്ള ഏതെല്ലാം മലക്കുകളുണ്ടോ ആ മലക്കുകൾ, അതാണ് മലക്കുകളുടെ ഉന്നത സഭ എന്ന് പറയുന്നത്. അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ കുറിച്ചും ഈ സദസ്സിലുള്ള ആളുകളെക്കുറിച്ചും അള്ളാഹു സ്മരിക്കുമെന്നാണ്. അപ്പോൾ അതും വളരെ വലിയൊരു നിഅമത്താണ്. സമാധാനമിറങ്ങുക, റഹ്മത്ത് കൊണ്ട് പൊതിയപ്പെടുക, മലക്കുകൾ ചുറ്റിലുമുണ്ടാവുക. അതിനെല്ലാം പുറമെ അള്ളാഹു നമ്മളെക്കുറിച്ച് മലഉൽ അലയിൽ പ്രശംസിച്ച് പറയുക. ഇതൊക്കെ അറിവ് നേടുന്ന ആളുകൾക്കുള്ള അനുഗ്രഹമാണ്. പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന സംഘങ്ങളുടെ മേലിതുണ്ടാകും. അപ്രകാരം ഈ 4 നേട്ടങ്ങളാണ് അവർക്കുള്ളത്. അതുകൊണ്ട് ഇൽമ് തേടി പുറപ്പെടണം, പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആൻ്റെ അറിവ്. അതും പ്രത്യേകിച്ച് പള്ളികളായാൽ അതിന് കൂടുതൽ ഫളലുണ്ട്. വമൻ ബത്തഅ ബിഹി അമലുഹു, ബത്തഅ എന്ന് പറഞ്ഞാൽ വൈകുക. വമൻ ബത്തഅ ബിഹി അമലുഹു, ആരുടെ അമലാണോ കുറഞ്ഞുപോയി സ്വർഗത്തിലേക്ക് കുതിക്കുന്നതിൽ നിന്ന് അയാളെ നേരം വൈകിപ്പിക്കുന്നത്, അത്തരം ആളുകൾക്ക് ലം യുസ്രി ബിഹി നസബുഹു, അസ്ര യുസ്രി എന്ന് പറഞ്ഞാൽ ധൃതി വെക്കുക എന്നാണ്. ലം യുസ്രി ബിഹി നസബുഹു, അയാളുടെ തറവാടിത്തം അയാളെ കൊണ്ട് ധൃതി വെക്കുകയില്ല. ആരുടെ അമലാണോ കുറഞ്ഞു പോയത്, വമൻ ബത്തഅ ബിഹി അമലു, ആരുടെ അമലാണോ കുറഞ്ഞു പോയത് അയാളുടെ കുടുംബ പാരമ്പര്യം അയാളെയും കൊണ്ട് സ്വർഗത്തിലേക്ക് കുതിക്കുകയില്ല. ലം യുസ്രി ബിഹി, അയാളെയും കൊണ്ട് ധൃതി വെക്കുകയില്ല. നസബുഹു, അയാളുടെ തറവാടിത്തം എന്ന് പറഞ്ഞാൽ അമല് കൊണ്ടേ എല്ലാവർക്കും രക്ഷപ്പെടാൻ കഴിയുള്ളൂ. നമുക്കറിയാം അബൂലഹബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവന്മാരിൽപ്പെട്ട ഒരാളാണ് അബൂലഹബ്. പക്ഷെ വലിയ തറവാട്ടുകാരനാണ്, ഖുറൈശികളുടെ കൂട്ടത്തിൽ വലിയ തറവാട്ടിലുള്ള ആളാണ്.
പക്ഷേ തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ ഉണ്ട്, അയാൾ നശിച്ചിരിക്കുന്നു എന്ന്. വലിയ തറവാട്ടുകാരനാണ്, ഒരു കാര്യവുമില്ല. എന്നാൽ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു കറുകറുത്ത ഒരു അടിമയാണ്, ഒരു തറവാടും പറയാനില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഓ ബിലാൽ, സ്വർഗത്തിൽ താങ്കളുടെ കാൽപാദത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു എന്നാണ്. അപ്പോൾ തറവാടിത്തമല്ല, അമലാണ് പ്രധാനം. ഞാൻ വലിയ തറവാട്ടുകാരനാണ്, വലിയ സൗകര്യമുള്ള ആളാണ്, ഞാൻ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളാണ്, വലിയ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആളാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമല് വേണം, വിശ്വസിക്കണം, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. അമല് കുറഞ്ഞു പോയാൽ തറവാടിത്തത്തിൻ്റെ പേര് പറഞ്ഞാൽ സ്വർഗത്ത് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇൽമ് നേടുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. ഇതാണ് പ്രവാചകൻ പറയുന്നത്, വമൻ ബത്തഅ ബിഹി അമലുഹു, ആരുടെ അമലാണോ ഒരാളെ സാവകാശമാക്കിയത്, അതല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് ഉള്ള യാത്രയിൽ അയാൾക്ക് കാലതാമസമുണ്ടാക്കിയത്, അല്ലെങ്കിൽ ആരുടെ അമലാണോ കുറഞ്ഞു പോയിട്ടുള്ളത്, അങ്ങനെയൊക്കെ അതിനെ മനസ്സിലാക്കാം. ലം യുസ്രി ബിഹി നസബുഹു, അയാളുടെ തറവാടിത്തം അയാൾക്ക് ധൃതി നൽകുകയില്ല, അയാൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞാൽ തറവാടിത്തം കൊണ്ട് കാര്യമില്ല. അമല് കുറഞ്ഞു പോകുന്നതിനനുസരിച്ച് സ്വർഗപ്രവേശനത്തിലും എന്തുണ്ടാകും? കാലതാമസമുണ്ടാകും. എന്നാൽ വസാബിഖൂന സാബിഖൂൻ, മത്സരിച്ച് മുന്നേറണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫസ്തബിഖുൽ ഖൈറാത്ത്, പുണ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ മത്സരിച്ച് മുന്നോട്ട് വരണം. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗലോകത്തിലേക്കും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും മത്സരിച്ച് മുന്നേറാനാണ് പറയുന്നത്. വഫീ ദാലിക ഫലിയതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ ഇതിനു വേണ്ടി മത്സരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ മത്സര ബുദ്ധിയോടുകൂടി ധാരാളം അമല് ചെയ്യുക. അമല് കൊണ്ടാണ് രക്ഷ, തറവാടിത്തം കൊണ്ടോ സ്ഥാനമാനങ്ങൾ കൊണ്ടോ രക്ഷയില്ല. വമൻ ബത്തഅ ബിഹി അമലു, ആരുടെ അമലാണോ കുറയുന്നത്, ലം യുസ്രി ബിഹി നസബുഹു, അയാളുടെ തറവാടിത്തം അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയില്ല. റവാഹു മുസ്ലിമുൻ ബിഹാദൽ ലഫ്ള്, ഇമാം മുസ്ലിം റഹിമഹുല്ല ഈ ഒരു ലഫ്ളോടുകൂടി ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നു. അപ്പോൾ വളരെ ഗംഭീരമായ ഒരു ഹദീസാണത്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, ഏതൊരു അമലിൻ്റെയും തോതും സ്വഭാവവും അനുസരിച്ചാണ് പ്രതിഫലം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഒരു മുഅ്മിനിൻ്റെ പ്രയാസം, ഈ ദുനിയാവിലെ പ്രയാസം ആരെങ്കിലും നീക്കിക്കൊടുത്താൽ ഖിയാമത്ത് നാളിലെ പ്രയാസങ്ങളിൽപ്പെട്ട ഒരു പ്രയാസം അള്ളാഹു അയാൾക്കും നീക്കിക്കൊടുക്കും. വമൻ യസ്സറ അലാ മുഹ്സിനിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ് ദുനിയ വൽ ആഖിറ, ഒരു കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാൾക്ക് ആരെങ്കിലും എളുപ്പമുണ്ടാക്കി കൊടുത്താൽ അയാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലും പരലോകത്തും എളുപ്പമുണ്ടാക്കി കൊടുക്കും. വമൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു ഫിദ് ദുനിയ വൽ ആഖിറ, ഒരു മുസ്ലിമിൻ്റെ രഹസ്യം ആരെങ്കിലും മറച്ചുവെച്ചാൽ ഈ ലോകത്തും പരലോകത്തും അയാളുടെ രഹസ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചുവെക്കും. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖി, ഒരടിമ മറ്റൊരു സഹോദരനെ സഹായിച്ചാൽ അള്ളാഹു ആ വ്യക്തിയെയും സഹായിക്കും. വമൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, മതപരമായ ഇൽമന്വേഷിച്ച് ആരെങ്കിലും ഒരു വഴിയിലിറങ്ങി പുറപ്പെട്ടാൽ ആ വഴിയെ അള്ളാഹു സ്വർഗത്തിലേക്ക് ആ വ്യക്തിക്ക് എളുപ്പമാക്കി കൊടുക്കും. വമജ്തമാ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയും പരസ്പരം അത് പഠിക്കുകയും ചെയ്താൽ ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന, അള്ളാഹുവിൻ്റെ സമാധാനം, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ സക്കീനത്ത്, തുമഅനീനത്ത്, റാഹത്ത്, ആശ്വാസം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങും. വഗശിയത്തുഹുമുർ റഹ്മ, കാരുണ്യം അവരെ പൊതിയും. വഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരുടെ ചുറ്റിലും കൂടും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹു മലഉൽ അലയിൽ, മലക്കുകളുടെ ഉന്നത സഭയിൽ ഇവരെ സംബന്ധിച്ച് പ്രശംസിച്ച് പറയും. വമൻ ബത്തഅ ബിഹി അമലു, ആരുടെ അമലാണോ കുറഞ്ഞു പോകുന്നത്, സ്വർഗത്തിൽ നിന്ന് ഒരു വ്യക്തിയെ അകറ്റുന്നത്, ലം യുസ്രി ബിഹി നസബുഹു, അയാളുടെ തറവാടിത്തം അയാളെയും കൊണ്ട് സ്വർഗത്തിലേക്ക് കുതിക്കുകയില്ല. അതുകൊണ്ട് വിശ്വാസികൾ മഹനീയമായ ഇത്തരം സ്വഭാവങ്ങളുടെ ഉടമകളായി തീരുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.